ഹലോ മാന്യരെ, വ്യാപാരികളും നിക്ഷേപകരും. വിവരവും വിശകലന സേവനവും നിങ്ങളോടൊപ്പമുണ്ട്. ദയത് കഴലത് കോർപ്പറേഷന്റെ സംഗ്രഹ ഡാറ്റയിൽ നിന്ന് നമുക്ക് ആരംഭിക്കാം. ചുവടെ ഞങ്ങൾ ഓരോ സൂചകവും കൂടുതൽ വിശദമായി പരിശോധിക്കും. നിങ്ങൾക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ താൽക്കാലികമായി നിർത്താം. പഠനത്തിന് കീഴിലുള്ള ഓർഗനൈസേഷന്റെ എല്ലാ സൂചകങ്ങളും കൂടുതൽ ശ്രദ്ധാപൂർവം പഠിക്കാൻ ഞങ്ങൾ നിർദ്ദേശിക്കുന്നു. ഇപ്പോൾ ഞങ്ങൾ കമ്പനിയുടെ നിലവിലെ അടിസ്ഥാന സൂചകങ്ങൾ വിശകലനം ചെയ്യും. അവലോകനം അക്കാലത്തെ ഡാറ്റയെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. മാർച്ച് 27, 2025. വർഗീകരണം അനുസരിച്ച് ദയത് കഴലത് കോർപ്പറേഷൻ ഉപവിഭാഗത്തിൽ പെടുന്നു. 87 കമ്പനികൾ താരതമ്യത്തിൽ പങ്കെടുക്കുന്നു. ഇത് വളരെ പ്രാതിനിധ്യമാണ്. വീഡിയോയുടെ അവസാന പരിഹാരങ്ങൾ കാണുക. കമ്പനിയുടെ മൊത്തത്തിലുള്ള ഫലം 10.7.5. ഉപവിഭാഗത്തിന്റെ ശരാശരി 0.7 പോയിന്റ്. നിങ്ങൾ വളരെ വിശാലമായി നോക്കുകയാണെങ്കിൽ മൊത്തത്തിൽ യുഎസ് സ്റ്റോക്ക് മാർക്കറ്റിനുള്ളിൽ യുഎസ് സ്റ്റോക്ക് മാർക്കറ്റിന്റെ മൊത്തത്തിലുള്ള ശരാശരി ഫലം 1.9 പോയിന്റാണെന്ന് നമുക്ക് ശ്രദ്ധിക്കാം. 7.5 പോയിന്റ് സ്കോറിനെതിരെ ഒരു കമ്പനിയുടെ ഓഹരി വിലയുടെ ചലനം താരതമ്യം ചെയ്യുന്നു. ഉപവിഭാഗം ഓഹരികളും. കമ്പനിയുടെ ഓഹരികൾ 12 മാസത്തിലേറെയായി ഞങ്ങൾ കാണുന്നു. -33.6% മാറ്റം കാണിച്ചു. ഉപവിഭാഗത്തിലെ വില മാറ്റത്തിനെതിരെ -2.1%. ഇത് വ്യക്തമായി ഒന്നും സൂചിപ്പിക്കുന്നില്ല, പക്ഷേ ഈ വസ്തുത കണക്കിലെടുക്കണം. കമ്പനിയുടെ വിപണി മൂലധനം $0.28 ബില്യൺ ആണ്. ഉപവിഭാഗത്തിന്റെ വിപണി മൂലധനം $526 ബില്യൺ ആണ്. 0.053% ഓഹരിയുണ്ട്. ഉപവിഭാഗത്തിലെ വളരെ ചെറിയ കമ്പനികളിൽ ഒന്നാണ്. കമ്പനിയുടെ ബാലൻസ് ഷീറ്റ് മൂലധനം $0.35 ബില്യൺ ആണ്. $101 ബില്യൺ ഉപവിഭാഗം മൂലധനം. 0.35% വിഹിതം ഉൾക്കൊള്ളുന്നു. എക്സ്ചേഞ്ചിന്റെയും പുസ്തക മൂല്യത്തിന്റെയും അധിനിവേശ ഓഹരികൾ താരതമ്യം ചെയ്യുമ്പോൾ നമുക്ക് ഇനിപ്പറയുന്നവ കാണാം. അധിനിവേശ വിഹിതം ഉപവിഭാഗത്തിൽ ഓഹരി വിപണി മൂലധനം വിലയിരുത്തുമ്പോൾ 0.053%. പുസ്തക മൂല്യം 0.35%. ഇത് വിപണി മൂല്യത്തിന്റെ വിഹിതത്തേക്കാൾ 560% കൂടുതലാണ്. ഉപവിഭാഗത്തിൽ കമ്പനിയുടെ വിപണി വിഹിതത്തിന്റെയും പുസ്തക മൂല്യത്തിന്റെയും വിലയിരുത്തൽ നല്ലത് 1 പോയിന്റ്. പഠനത്തിന് കീഴിലുള്ള സ്ഥാപനത്തിന്റെ കടങ്ങൾ $0.071 ബില്യൺ ആണ്. ബാലൻസ് ഷീറ്റ് മൂലധനവൽക്കരണത്തിനുള്ള സാമ്പത്തിക ബാധ്യതകൾ കമ്പനിയുടെ മൂലധനത്തിന്റെ 20.3%. കമ്പനിയുടെ സാമ്പത്തിക ബാധ്യതകളുടെ നിലവാരത്തെ അടിസ്ഥാനമാക്കിയുള്ള സ്കോർ നല്ലത് 1 പോയിന്റ്. കമ്പനിയുടെ വിപണി വിലയും വരുമാന അനുപാതവും 11.6 ആണ്. ഉപവിഭാഗത്തിലെ ശരാശരി 23.4 ആണ്. ഇത് ഉപവിഭാഗത്തേക്കാൾ 50% കുറവാണ്. ഉപവിഭാഗത്തിലെ കമ്പനികളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കമ്പനിയുടെ ഓഹരി വില ലാഭ സൂചകങ്ങളിലേക്കുള്ള വിലയിരുത്തൽ വളരെ നല്ലത് 2 പോയിന്റ്. കഴിഞ്ഞ 12 മാസത്തെ ലാഭം $24 മില്യൺ ആയിരുന്നു. വരുന്ന 12 മാസത്തെ ഫോർവേഡ് വരുമാനം $34 മില്യൺ ആണ്. നിലവിലെ സമയത്തേക്കാൾ 42.7% കൂടുതൽ. ഉപവിഭാഗത്തിലെ കമ്പനികളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഭാവിയിലെ ലാഭ സൂചകങ്ങളുടെ വിലയിരുത്തൽ നല്ലത് 0.5 പോയിന്റ്. കമ്പനിയുടെ മൂല്യവും വരുമാന അനുപാതവും 0.4 ആണ്. ഉപവിഭാഗ ശരാശരി 1.4 ആണ്. ഇത് ഉപവിഭാഗ ശരാശരിയേക്കാൾ 71% കുറവാണ്. ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കമ്പനിയുടെ വിപണി മൂല്യവും വരുമാന സൂചകവുമായുള്ള വിലയിരുത്തൽ നല്ലത് 1 പോയിന്റ്. കഴിഞ്ഞ 12 മാസത്തെ വരുമാനം $660 മില്യൺ ആണ്.
അടുത്ത 12 മാസത്തെ ഭാവി വരുമാനം $940 മില്യൺ. അത് ഇപ്പോഴുള്ളതിനേക്കാൾ 42% കൂടുതലാണ്. ഉപവിഭാഗത്തിലെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഭാവിയിലെ വിൽപ്പന സൂചകത്തിന്റെ വിലയിരുത്തൽ നല്ലത് 0.5 പോയിന്റ്. വിൽപ്പന മാർജിൻ 3.6%. ഉപവിഭാഗത്തിൽ ശരാശരി 5.8%. ഉപവിഭാഗ ശരാശരിയും കമ്പനിയുടെ പ്രകടനവും തമ്മിലുള്ള വ്യത്യാസം 2.2%. ഉപവിഭാഗത്തിലെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ലാഭക്ഷമത വിലയിരുത്തൽ സഹിക്കാവുന്ന 0 പോയിന്റുകൾ. ഉപവിഭാഗത്തിലെ ജീവനക്കാരുടെ എണ്ണം അനുസരിച്ച് കമ്പനിയുടെ വിഹിതം 0.09%. ഇത് വിപണി മൂലധനത്തിന്റെ വിഹിതത്തേക്കാൾ 70% കൂടുതലാണ്. ഈ വസ്തുത സ്ഥാപനത്തിന്റെ വിപണി മൂല്യത്തിലെ അസന്തുലിതാവസ്ഥയെ പ്രതിഫലിപ്പിക്കുന്നു. കട്ട്വേർഡ് എ ചെയിൻ ഒരുപക്ഷേ കുറച്ചു കാണുന്നതിലേക്ക്. കമ്പനിയിലെ ഓരോ ജീവനക്കാരന്റെയും മൂലധനം $179,000. ഉപവിഭാഗത്തിന് ഇത് $307,000. ഉപവിഭാഗ ശരാശരിയും കമ്പനിയുടെ പ്രകടനവും തമ്മിലുള്ള വ്യത്യാസം 41.7%. ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഒരു ജീവനക്കാരൻ കമ്പനിയുടെ വിപണി മൂലധനത്തിന്റെ അളവ് വിലയിരുത്തൽ നല്ലത് 0.5 പോയിന്റ്. ഒരു ജീവനക്കാരന്റെ ലാഭം $15,400. ഉപവിഭാഗത്തിൽ ശരാശരി $13,200. ഉപവിഭാഗത്തിനും കമ്പനിയുടെ സൂചകങ്ങൾക്കും ശരാശരി തമ്മിലുള്ള വ്യത്യാസം 17%. ഉപവിഭാഗത്തിലെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഓരോ ജീവനക്കാരനും ലാഭത്തിന്റെ വിലയിരുത്തൽ നല്ലത് 0.5 പോയിന്റ്. കമ്പനിയുടെ ഓരോ ജീവനക്കാരന്റെയും വിൽപ്പനയുടെ വിഹിതം $425,000 ആണ്. ഉപവിഭാഗം പ്രകാരം $227,000. ഉപവിഭാഗ ശരാശരിയും കമ്പനിയുടെ പ്രകടനവും തമ്മിലുള്ള വ്യത്യാസം 87%. ഉപവിഭാഗത്തിലെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഒരു ജീവനക്കാരന്റെ വരുമാനത്തിന്റെ വിഹിതം കണക്കാക്കൽ നല്ലത് 0.5 പോയിന്റ്. ഉപവിഭാഗ ശരാശരിയായ 4.9%വുമായി താരതമ്യപ്പെടുത്തുമ്പോൾ വിൽപ്പനയ്ക്കുള്ള ഓഹരികൾ 4.4%. ഇതാണ് ഒരു ചെറിയ ഞെക്കലിന്റെ മൂല്യനിർണ്ണയം. സൂചകം YE14 കമ്പനിക്ക് 41% നിലവാരം കാണിക്കുന്നു. കട്ട്വേർഡ് എ ചെയിൻ ഉപവിഭാഗത്തിൽ YE ലെവൽ 14 ഏകദേശം 42%. സാങ്കേതികമായി ഉപവിഭാഗം സെക്യൂരിറ്റികൾ കമ്പനി ഷെയറുകൾ പോലെ തന്നെ വിലമതിക്കുന്നു. കട്ട്വേർഡ് എ ചെയിൻ കമ്പനിയുടെ യഥാർത്ഥ ഓഹരി വില ഏകദേശം $17.68 ആണ്. കമ്പനിയുടെ ഓഹരികളുടെ സമവായ വില ലക്ഷ്യം ഏകദേശം $31.51 ആണ്. നിലവിലെ എസ്റ്റിമേറ്റിന്റെയും സമവായ പ്രവചനത്തിന്റെയും ചലനാത്മകത ഏകദേശം 78%. നമുക്ക് ഓർഡറുകളുടെ പട്ടിക നോക്കാം. അത് നിങ്ങൾക്ക് ലഭ്യമാണ്. ലിങ്ക് പിൻ ചെയ്ത അഭിപ്രായത്തിലാണ്. വിവരങ്ങളും റഫറൻസ് മൂല്യനിർണ്ണയ സംവിധാനവും ഒരു നിശ്ചിത സീസണിൽ എടുക്കുന്ന എല്ലാ തീരുമാനങ്ങളും ഓർഡർ പട്ടികയിൽ അടങ്ങിയിരിക്കുന്നു. ഓർഡർ ടേബിളിലേക്കുള്ള പ്രവേശനം തികച്ചും സൗജന്യവുമാണ്. പിൻ ചെയ്ത കമന്റിലെ ലിങ്ക്. വിലയിരുത്തലിന്റെ ഫലമായി കട്ട്വേർഡ് എ ചെയിൻ വിവരങ്ങളും റഫറൻസ് വിലയിരുത്തൽ സംവിധാനം ഇനിപ്പറയുന്ന തീരുമാനം എടുത്തു. ഒരു ഓഹരിക്ക് $17.67 എന്ന നിരക്കിൽ വളർച്ചയ്ക്കായി ഒരു വ്യാപാരം തുറക്കുക. കമ്പനിക്ക് സാമാന്യം ഉയർന്ന മൂല്യമുള്ളതിനാലാണ് കരാർ തുറന്നത്. ഓർഗനൈസേഷന്റെ വിലയിരുത്തൽ മൂല്യനിർണ്ണയ രീതി ഉപയോഗിച്ചാണ് നടത്തിയത്. അക്കിമിന്റെ സൂചിക എടുക്കുക. ലാഭം 19.2 ആയി സജ്ജീകരിച്ചിരിക്കുന്നു. സ്റ്റോപ്പ് ലോസ് 16.14 ആയി സജ്ജീകരിച്ചിരിക്കുന്നു. ലാഭം അല്ലെങ്കിൽ സ്റ്റോപ്പ് നഷ്ടം വഴി ഓർഡർ അടച്ചിട്ടില്ലെങ്കിൽ. ഈ സാഹചര്യത്തിൽ 2025 ഏപ്രിൽ 26 ട്രേഡിംഗ് സെഷന്റെ ഫലങ്ങളെ അടിസ്ഥാനമാക്കി ഓർഡർ യാന്ത്രികമായി നിശ്ചയിച്ചിരിക്കുന്നു. അല്ലെങ്കിൽ നിർദ്ദിഷ്ട തീയതിക്ക് മുമ്പുള്ള അവസാന പ്രവൃത്തി ദിവസം. ടിക്കർ ഒരു ബാലൻസിംഗ് സെയിൽ ഓർഡർ ആയിരിക്കും. ബാലൻസിംഗ് ഓർഡറിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ ചാനലിൽ ഇതിനകം പ്രസിദ്ധീകരിക്കും.
ഏതെങ്കിലും ഓർഡറുകൾ അടയ്ക്കുന്ന സാഹചര്യത്തിൽ പ്രധാന അല്ലെങ്കിൽ ബാലൻസിംഗ് മറ്റൊരു ഓർഡർ നിലവിലെ വിലയിൽ അടച്ചു. ഈ വീഡിയോ കാണുന്നതിനും വിവര സംവിധാനം ഉപയോഗിച്ചതിനും എല്ലാവർക്കും നന്ദി. കഴുകരുത്.